ബൈബിൾ എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31, 32 വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിനകത്ത് ദൈവത്തെ കണ്ടവർക്കും ദൈവത്തെ കാണാത്തവർക്കും ഉള്ള പ്രത്യേകതകളാണ് ഈ അധ്യായം മുഴുവൻ വിവരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ചില വാക്കുകൾ ഞാൻ പറഞ്ഞു പോകാം, എന്നിട്ട് ദൂതിലോട്ട് വരാം. ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. അപ്പൊ ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലാകാത്തവർക്ക് എന്തോ ഉണ്ട്? ശിക്ഷാവിധി ഉണ്ട്. അപ്പൊ ക്രിസ്തുവിലുള്ളവർക്ക് എന്തില്ല? അപ്പൊ ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. ഇനി 6-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. അപ്പം ജഡത്തിന്റെ ചിന്തയുമുണ്ട്, ആത്മാവിന്റെ ചിന്തയുമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇനി അടുത്തത് 9-ാമത്തെ വാക്യം, ജഡസ്വഭാവം 2, ആത്മസ്വഭാവം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നോക്കിയേ 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ 2, ദൈവാത്മാവ് നടത്താത്തവർ. ഞാനിപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. 1, ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിലില്ലാത്തവർ, ജഡത്തിന്റെ ചിന്തയുള്ളവർ, ആത്മാവിന്റെ ചിന്തയുള്ളവർ. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർ, ആത്മസ്വഭാവമുള്ളവർ, ദൈവാത്മാവ് നടത്തുന്നവർ, ദുരാത്മാവ് നടത്തുന്നവർ. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം പൗലോസ് പറഞ്ഞു വന്നിട്ട് താഴോട്ട് പൗലോസ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരവരാ തീരുമാനിക്കുന്നേ നിങ്ങൾ ക്രിസ്തുവിലാകണോ അല്ലയോ. നിങ്ങൾ സ്തോത്രം ജഡത്തിന്റെ ചിന്ത കൊണ്ട് നടക്കണോ ആത്മാവിന്റെ ചിന്ത കൊണ്ട് നടക്കണോ? നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാകണോ ആത്മസ്വഭാവമുള്ളവരാകണോ? നിങ്ങൾ ദൈവാത്മാവുള്ളവരാകണോ ദുരാത്മാവുള്ളവരാകണോ? ഇത് അവരവരുടെ മാത്രം തീരുമാനമാണ്. ഞാൻ വിചാരിച്ചാലോ ഒരാത്മീകതയുള്ള ഒരാൾ ഇവിടെ വിചാരിച്ചാലോ ഒന്നും ഇത് നടക്കത്തില്ല. ഇത് അവരവർ തന്നെ വിചാരിക്കണം. എന്നിട്ട് പൗലോസ് നമുക്കൊരു പ്രബോധനം തരികയാണ്. 28-ാം വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു കാലത്ത് നിങ്ങൾ ക്രിസ്തുവിൽ അല്ലായിരുന്നു, ജഡചിന്തയുള്ളവരായിരുന്നു, ജഡസ്വഭാവമുള്ളവരായിരുന്നു, ദുരാത്മാവുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ എന്ന് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങളുടെ രീതി മാറാൻ തുടങ്ങി. നിങ്ങൾ ക്രിസ്തുവിലുള്ളവനായോട് ശിക്ഷാവിധി ഒഴിവ് കിട്ടി. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരായി മാറി, ആത്മാവിന്റെ ചിന്തയുള്ളവരായി മാറി, ദൈവാത്മാവ് നടത്തുന്നവരായി മാറി. എന്നിട്ട് പൗലോസ് പറയുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയായി മാറാൻ പോകുകയാണ്. എന്നിട്ട് പൗലോസ് അതിനോട് സാമ്യമുള്ളൊരു കാര്യമാണ് പൗലോസ് നമ്മൾ വായിച്ച റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? നമ്മൾ ഈ വചനത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. അതിന് താഴെ എഴുതിയിരിക്കുകയാണ് 32-ാമത്തെ വാക്യം കൂടെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ 2 വാക്യത്തിനകത്തുനിന്ന് 2 സന്ദേശങ്ങൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ വിവരിക്കുവാൻ ഞാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. 1, ദൈവം നമുക്ക് അനുകൂലം. 2, ദൈവം നമ്മുടെ ജീവിതത്തിൽ സകലതും നൽകുന്ന ദൈവമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് അനുകൂലകനായ ദൈവം, നമുക്ക് വേണ്ടി സകലതും നൽകുന്ന ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഞാൻ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. ദൈവം അനുകൂലമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതിന് തത്തുല്യമായ വേറെ പദങ്ങൾ ബൈബിലുണ്ട്. സ്തോത്രം. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ദൈവം അനുകൂലമാണ് 8:31. എന്നാൽ 118 സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. യഹോവ എൻ്റെ. അപ്പൊ ദൈവം അനുകൂലം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പദമാണ് യഹോവ എൻ്റെ
പക്ഷത്തുണ്ട്. മറ്റൊരു പദമാണ് യെശയ്യാപ്രവചനം 43:2. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ റെഫറൻസ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ദൈവം നിന്റെ പക്ഷത്തുണ്ട്, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിനക്ക് അനുകൂലമാണ്. ഇതെല്ലാം ഒരേ പദങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് എല്ലാം നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം മാത്രം നമ്മൾ ധ്യാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമാണ്. ഈ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തില് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെയും അനുകൂല സാഹചര്യങ്ങളിൽ കൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. ഒന്നുകൂടെ പറഞ്ഞ എന്തുവാ? പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെയും അനുകൂല സാഹചര്യങ്ങളിൽ കൂടെയും. നമ്മളിപ്പോൾ 21 ദിവസം ഉപവസിച്ചാലും നമുക്ക് മരിക്കുന്നിടം വരെ ഒരു പ്രതികൂലം വരരുതെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സ്തോത്രം. 7 ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും നമുക്ക് എന്തൊക്കെ വരും? പ്രതികൂലം വരും, അനുകൂലമായ സാഹചര്യം. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾക്കകത്താണ് ഒരു ദൈവ പൈതൽ അനുകൂലകനായ ദൈവത്തെ രുചിച്ചറിയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയും പ്രതികൂലങ്ങൾ മനുഷ്യനുണ്ടാകുന്നത് 3 മേഖലകളിൽ ഉണ്ടാകാം, 3 തരത്തിലുണ്ടാകാം. 1, മനുഷ്യരിൽ നിന്ന് മനുഷ്യർക്ക് പ്രതികൂലം ഉണ്ടാകാം. 2, പിശാചിന് മനുഷ്യരിലേക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടാക്കാം. 2, ദൈവം മനുഷ്യന് പ്രതികൂലമാകാറുണ്ട്. അപ്പം മനുഷ്യന് പ്രതികൂലമാകും, പിശാച് മനുഷ്യന് പ്രതികൂലമാകും, ദൈവം മനുഷ്യന് പ്രതികൂലമാകും. ഞാൻ തുടക്കത്തിലേ പറയാം, മനുഷ്യരും പിശാചും പ്രതികൂലമായാൽ ഒട്ടും പേടിക്കണ്ട. എന്നാൽ ദൈവം പ്രതികൂലമായാൽ ഒത്തിരി പേടിക്കണം. ഈ ബൈബിളിൽ നമ്മൾ പഠിച്ചു നോക്കിയേ, ദൈവം എല്ലാവർക്കും അനുകൂലമാണോ അതോ ദൈവം നിനക്ക് പ്രതികൂലമാണോ? ഈ ബൈബിളിലെ വാക്യങ്ങളാണ് ഇതെല്ലാം തെളിയിക്കാനായിട്ട് പോകുന്നത്. ഞാൻ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഒരു ദൂത് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഭാഗം നിന്ന് പോരാ. കർത്താവിന് സ്തോത്രം. നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഒത്തിരി കരയുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഉപവസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണോ? ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണോ? ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ, പത്രോസിന്റെ 1-ാം ലേഖനം എടുത്ത് ആ വാക്യം വായിച്ചു കേൾപ്പിക്കണം, എന്നിട്ട് ആ ദൂതിലോട്ട് വരിക. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. അപ്പൊ എല്ലാവർക്കും കർത്താവിന്റെ മുഖം അനുകൂലമല്ല. ദുഷ്പ്രവർത്തിക്കാർക്ക് ദൈവത്തിന്റെ മുഖം പ്രതികൂലമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദുഷ്പ്രവർത്തിക്ക് ഓപ്പോസിറ്റ് എന്തുവാ? സൽപ്രവർത്തി. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുന്ന ആളാണോ ദുഷ്പ്രവർത്തി ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചേ. എന്നെ നോക്കിയിരിക്കുന്നു. നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുന്ന ആളാണോ ദുഷ്പ്രവർത്തി? അപ്പൊ സൽപ്രവർത്തി ചെയ്യുന്ന ആൾക്ക് ദൈവം അനുകൂലവും ദുഷ്പ്രവർത്തി ചെയ്യുന്ന ആൾക്ക് ദൈവം. അപ്പൊ ഇനി പ്രാർത്ഥിച്ച് പ്രവാചകനെ കൊണ്ട് പ്രവചിപ്പിക്കുകയൊന്നും വേണ്ട. ദുഷ്പ്രവർത്തിക്കാർക്കെല്ലാം ദൈവത്തിന്റെ മുഖം പ്രതികൂല. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഈ എസ്രായുടെ പുസ്തകം, ഇനി അത് വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമായുണ്ട. 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതികൂലമായിരിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിക്കുന്ന, അതിന് ഓപ്പോസിറ്റ് എന്തുവാ? ദൈവത്തെ സേവിക്കുന്ന ഏവർക്കും ദൈവം അനുകൂലമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ബൈബിൾ ഇങ്ങോട്ട് പഠിച്ചു നോക്കിയേ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, സ്തോത്രം, ദൈവത്തിൽ നിന്ന് എപ്പോൾ അകന്നുപോയോ അപ്പോൾ അവർ എത്ര ഉപവസിച്ചാലും ദൈവം കേൾക്കുകയില്ല. കാരണം ദൈവത്തിന്റെ മുഖം അവർക്ക് പ്രതികൂല. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ പ്രവാസത്തിൽ പോകാൻ പോവുക. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? അവരുടെ ദുഷ്പ്രവൃത്തി. ഈ ചിലർക്കൊരു കുഴപ്പമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് എത്ര വന്നാലും ദുഷ്പ്രവൃത്തി എന്ത് ചെയ്യത്തില്ല? മാറ്റത്തില്ല. എന്താ പറ്റിയോ? സ്തോത്രം പോലും ഇല്ലാതിരിക്കുന്ന കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യം അല്ലെന്നേ. ഹല്ലേലൂയ. ഇനി വല്ലവരോടും ഉണ്ട് ഒരു ദൂതൂടാ. അപ്പൊ ഒരു ചോദ്യം, സ്തോത്രം, എപ്പോഴും ഓർക്കണം, ദുഷ്ടന്മാർക്കും ദുഷ്പ്രവർത്തിക്കാർക്കും ദൈവത്തിന്റെ മുഖം പ്രതികൂല. ഈ എസെക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ
പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ഭാഗം ഒന്ന് തൊടണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. സ്തോത്രം. ഈ ദൈവത്തിന്റെ ഈ യെശയ്യാ പ്രവചനത്തിൽ ആദ്യം വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹമി, ഞാൻ നിന്നെ അല്പകാലത്ത് ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ, കേട്ടോ, നീ എപ്പ ശരിയാകുന്നു അപ്പ ദൈവം റെഡിയാ. ഒരു മോൻ പറയൂ, അപ്പ സമ്പത്തെല്ലാം എന്താ, ഞാൻ ബാംഗ്ലൂരിൽ പോയി അടിച്ച് പൊളിക്കട്ടെ. അവൻ കാശെല്ലാം വാങ്ങിച്ച് ബാംഗ്ലൂരിൽ പോയി അടിച്ച് പൊളിച്ച് കാശ് തീരാൻ പ്രത്യേകിച്ച് കൃപാവരം ഒന്നും വേണ്ട. അല്ല, അല്പ ദിവസം കൊണ്ട് കാശ് മൊത്തം തീർന്നു. 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് അടിച്ച് പൊളിച്ച് 10 പൈസയ്ക്ക് നിവൃത്തിയില്ലാതെ അവസാനം പോയി അമ്മി പന്നികൾക്ക് കൊടുക്കുന്ന വാളവര വരെ തിന്നപ്പോ ബോധം വന്ന അപ്പന്റെ വീട്ടിൽ. അപ്പൻ റെഡിയാ ബോധം വന്ന് തിരിച്ചു വന്നാ സ്വീകരിക്കാൻ. കണ്ടോ, നോഹ പറയുക, പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ആരേലും ഉണ്ടേ വന്ന് കയറ്, ഭൂമി നശിക്കും മുമ്പ് വന്ന് കയറ്, ന്യായവിധി വരും മുമ്പ് വന്ന് കയറ്, യേശു വരുന്നതിന് മുമ്പ് ഓടിവാ. ഓ, മനസ്സിലായി വരുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ദൂതിനെ ഞാൻ ഒന്ന് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. അപ്പൊ ബാബേൽ പ്രവാസത്തിൽ ജനത്തിന്റെ തെറ്റ് നിമിത്തം, ദുഷ്പ്രവൃത്തി നിമിത്തം ജനം പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ടു. എന്നാൽ ദൈവം എസെക്കിയേൽ പ്രവാചകനിലൂടെ കേബാർ നദീ തീരത്തിരിക്കുമ്പോൾ ദൈവം കൊടുത്തൊരു ദൂത് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അവിടെ വായിപ്പിക്കുന്നില്ല, കാരണം അത് ദീർഘമായി പ്രസംഗിക്കണം. 9 മുതൽ 11 വരെ അമ്മി നിങ്ങൾ വായിച്ച് അമ്മി വീട്ടിൽ പോയി വായിക്കണം. ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എസെക്കിയേൽ പറയുക 36:9. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവം പറയാ, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? ഇതിനു മുമ്പേ വരെ ഞാൻ നിങ്ങൾക്ക് എന്തുവായിരുന്നു? പ്രതികൂലമായിരുന്നു. ഇപ്പോൾ ഞാൻ നിനക്ക് അനുകൂലമായിരിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവം ഇപ്പോഴും നിനക്ക് അനുകൂലമാകാൻ തയ്യാറാ. നിന്റെ പ്രവൃത്തി ശരിയാക്കിയാൽ, നിന്റെ രീതികൾ മാറ്റിയാൽ, നിന്റെ ദുഷ്പ്രവൃത്തികൾ നീക്കിയാൽ, ഓ ദൈവം നിന്നോട് സംസാരിക്കുക, ഇപ്പോഴും നിനക്ക് ഞാൻ അനുകൂലമാകാം. ഓ ഹല്ലേലൂയ. ഞാൻ എത്ര പ്രസംഗിച്ചാലും മാറ്റം അവരവർക്ക് വരണം. ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എനിക്ക് മാറ്റം വരണം. കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരണം. ദൂതിലോട്ട് ഞാൻ വരിക. അവിടെ എസെക്കിയേൽ പ്രവചിക്കുക, ഞാൻ ദൈവത്തിന്റെ വായായി നിൽക്കുക, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഇതിനു മുമ്പേ വരെ ഞാൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുവായിരുന്നു. ഇനി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. നിന്റെ കഷ്ടകാലം മാറിയിട്ട് ഇനിയും വിതയും കൃഷിയും നടക്കാൻ പോവാ. ഒന്ന് വായിച്ചു വിട്ടായിരുന്നു പിന്നെ. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, ഇസ്രായേൽ ഗ്രഹം മുഴുവനെ തന്നെ വർദ്ധിപ്പിക്കും. എന്നിട്ട് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യപ്രദേശങ്ങളെ പണിയും. ശൂന്യമായ സ്ഥലങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. നിന്റെ ദേശത്ത് മനുഷ്യരും മൃഗവും വർദ്ധിക്കും. അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ അനുകൂലമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിനക്ക് ചെയ്യും. കാലം കഴിഞ്ഞു പോയില്ല, സമയം കഴിഞ്ഞു പോയില്ല. പ്രാർത്ഥിക്കുന്നവൻ പറയണം, ദൈവം അനുകൂലമാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, പ്രതികൂലം മാറാൻ സമയമായി, ദൈവം അനുകൂലമാകാൻ പോകുകയാ. എത്ര പേരുടെ ഉള്ളിൽ ആ നിയോഗമുണ്ട്? കർത്താവേ, നീ എനിക്ക്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ആ ഭാഗമെല്ലാം വിടുക. അപ്പം ദൈവത്തിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാ. അപ്പം നമ്മുടെ പ്രവൃത്തി നന്നായാൽ മാത്രമേ ദൈവം നമുക്ക്. ഓ എസെക്കിയേൽ പറയുക, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവം സംസാരിക്കുക, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അല്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. എനിക്ക് നിങ്ങളെ വേണം. പണ്ടത്തെ പോലെ വീണ്ടും നിനക്ക് ഞങ്ങൾ നന്മ വരുത്തി തരും. നമുക്ക് ഈ വാക്യത്തെ ഇച്ചിരൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലേ പറയാം, മനുഷ്യർ പ്രതികൂലമായ പേടിക്കണ്ട, പിശാച് പ്രതികൂലമായ പേടിക്കണ്ട. പക്ഷെ ദൈവം പ്രതികൂലമായാൽ ശരിക്കും പേടിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ എതിരാളി നിനക്കെതിരെ നിൽക്കുന്നത് പിശാചാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട, മനുഷ്യനാണെ ഒട്ടും പേടിക്കണ്ട. എന്നാൽ ദൈവം പ്രതികൂലമാണെങ്കിൽ ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ.
ഓ ഹല്ലേലൂയ. ഈ ദിവസം ഞാൻ ഇവിടെ ഈ വചനം കേൾക്കുന്ന, ഇവിടെ ഇരിക്കുന്നവരും ലൈവിൽ കാണുന്ന ആർക്കും എൻ്റെ ദൈവം പ്രതികൂലമാകാതിരിക്കട്ടെ. സകലർക്കും ദൈവം അനുകൂലമായി മാറട്ടെ. പൗലോസ് ചോദിക്കുക റോമാലേഖനത്തിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, നിങ്ങൾ എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. എല്ലാവരും പറഞ്ഞില്ല, ദൈവം നെഞ്ചത്ത് കൈവച്ച് പറ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ. ആ കൈവിടരുത്, ഒന്നുകൂടെ, ദൈവം എനിക്ക്. നിന്റെ പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് നീ സംസാരിക്കാൻ പോവാ, എനിക്ക് ദൈവം അനുകൂലമാ, അതുകൊണ്ട് ഈ പ്രതികൂലത്തെ എനിക്ക് പേടിക്കേണ്ടതില്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് സന്ദേശം പറയുക, നിന്റെ കുടുംബത്തിന് നേരെ അഴിച്ചുവിട്ട പ്രതികൂലങ്ങൾ ഇന്ന് ശാന്തമായേ പറ്റൂ. ആ പ്രതികൂലങ്ങൾ വഴിമാറിയേ പറ്റൂ. അനുകൂലകനായ കർത്താവ് നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നേ പറ്റൂ. പ്രാർത്ഥിക്കുന്ന നിന്നോട് യെസ്. ഈ 57 സങ്കീർത്തനം ചമച്ചത് ദാവീദാ. അതിന്റെ 7-ാമത്തെ വാക്യത്തില് ദാവീദ് ഒരു പ്രഖ്യാപനം നടത്തുക. അതിന്റെ 2-ാമത്തെ ഭാഗത്ത്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളോട് പറയാം, പിശാചിനെ കുറിച്ച് അറിഞ്ഞില്ല ഒരു കുഴപ്പമില്ല, പക്ഷെ ദൈവം അനുകൂലമാണെന്ന് അറിയണം. അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടു പറ, ദൈവം നിനക്ക് അനുകൂലമാണെന്ന് പറ. അത് ഏത് സാഹചര്യത്തിലാ പറയുന്നതെന്നറിയാമോ? 56-ാം സങ്കീർത്തനം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ദാവീദിനുണ്ടായ സാഹചര്യം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? വിഴുങ്ങുവാൻ പോകുന്നു. മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോവുക. ഉടനെ ദാവീദ് പറയാ, ഹമി, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, ആരെല്ലാം ഏതെല്ലാം മനുഷ്യർ നിനക്കെതിരുണ്ടായാലും നീ പേടിക്കരുത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം അനുകൂലമാണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇനി അതിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. ഇടവിടാതെ ഞാൻ എന്ത് പറഞ്ഞാലും ആ വാക്കുകളെ അവർ കോട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെ എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവരുടെ വിചാരം എന്റെ നേരെ തിന്മയ്ക്കാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കുമ്പോൾ അവരുടെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇരുന്നോട്ട്, പക്ഷെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ചിലരോട് ഞാൻ പറയാം, നിനക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അറിവാണ് ദൈവം അനുകൂലമാണെന്നുള്ള അറിവ്. ഒരിക്കൽ ആരാ പാട്ടെഴുതിയെന്ന് ഓർക്കുന്നില്ല, ഒരു പാട്ടുകാരൻ എഴുതിയപ്പോൾ ഒരു ലൈനൂടെ കൂട്ടി എഴുതുന്നത്, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി. ഓ ഹല്ലേലൂയ. ചില പ്രതിസന്ധിയെ നോക്കി ചിരിക്കാൻ കൃപ കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം അനുകൂലമാണെന്ന് നന്നായി അറിയുമ്പോഴാണ്. ഓ ഹല്ലേലൂയ. ഇന്നിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ നിന്റെ കൂടാരത്തെ മറിക്കുന്ന പ്രതികൂലങ്ങൾ മുമ്പിൽ വരുമ്പോഴും പ്രാർത്ഥിക്കുന്ന നീ പറയണം, എനിക്കതൊന്നും ഭയമില്ല, കാരണം എൻ്റെ ദൈവം. ഓ ഹല്ലേലൂയ. കണ്ടോ, ചിലരുടെ അകത്ത് ആ ദൈവശക്തി വ്യാപരിക്കുക യേശുവിന്റെ നാമത്തില്. അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ദാവീദ് പറയാ, കരച്ചിലല്ലാതെ എനിക്കൊന്നുമില്ല, എന്റെ കണ്ണുനീർ എന്ത് ചെയ്യണം? നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഓ ദൈവത്തിന് സ്തുതി. എന്നിട്ട് ദാവീദ് പറയാ 9-ാമത്തെ വാക്യം, ഇനി ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയും. ദാവീദ് പറയാ, ഞാനൊരു കാഴ്ച കാണുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ എന്നെ വിഴുങ്ങാൻ വരുന്നവൻ പുറകോട്ട് പോകുന്നു. അപ്പൊ എനിക്കെതിരെ വാട്ടം കൂടിയവൻ പുറകോട്ട് പോകുന്നു. എന്റെ കാലടിയെ മറിക്കാൻ കൊതിച്ചവർ പുറകോട്ട് പോകുന്നു. എന്റെ വാക്കുകളെ കോട്ടിക്കളയവൻ പുറകോട്ട് പോകുന്നു. ഇത് കാണുമ്പോൾ ഞാനൊരു സത്യം മനസ്സിലാക്കുന്നു, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാനിപ്പം നിങ്ങളോട് പ്രവചിച്ച് പറയേണ്ട ദൈവം അനുകൂലമാണ്. കഴിഞ്ഞ 5 വർഷം നിന്നെ നടത്തിയ വഴി ഓർക്കുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും ദൈവം അനുകൂലമാണ്. ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ പ്രതികൂലത്തിന്റെ മേൽ ദൈവത്തിന്റെ കൈ ചലിക്കാൻ പോകുകയാ. നിന്റെ ജീസസ്. ഈ 34-ാം സങ്കീർത്തനം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തന. ആ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എന്താന്ന് പറയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതിന്റെ തലക്കെട്ടിൽ ഈ സങ്കീർത്തനം എഴുതിയതിന്റെ പശ്ചാത്തലം എഴുതിയിട്ടുണ്ട്. ആ
ആ ബൈബിളിലുണ്ടോ? ദാവീദ് അബീമേലെക്കിന്റെ മുൻപിൽ വെച്ച് ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടുക്കി അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പോകുമ്പോ പാടിക്കൊണ്ട് പോരുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതിന്റെ കാരണം എന്താ? ഗത്ത് രാജാവായ ആകീഷിന്റെ മുമ്പിൽ ചെന്ന് കയറി. ആകീഷിന്റെ ഭൃത്യന്മാര് തുറച്ചു നോക്കി ചോദിച്ചു, ആകീഷിനോട് ചോദിച്ചു, ഇവനെ അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, രാജാവ് പറഞ്ഞു അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങക്കൊരു പാട്ടറിയാം, പാട്ട് ഞങ്ങൾ പാടാം. ശൗൽ 1000 കൊന്നു, ദാവീദോ. ഹല്ലേലൂയ. ഈ പാട്ടിലെ നായകനായി നിൽക്കുന്ന ദാവീദ്. അയ്യോ, രാജാവ് ഞെട്ടി. രാജാവ് തുറച്ചു നോക്കിയപ്പോൾ ദാവീദ് മനസ്സിലായി മനുഷ്യന്റെ വെട്ടിലായെന്ന്. ഉടനെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈളാവെള്ളം ഒലിപ്പിച്ച്, തുപ്പൽ ഒലിപ്പിച്ച്, വായിക്കകത്ത് വിരലിട്ട് ചുവരലൊക്കെ വരച്ചോട്ട് നടന്നപ്പം രാജാവ് പറഞ്ഞു ഇവനെ പുറത്താക്കാൻ. കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന കേട്ട് പുറത്തു പോയപ്പോ പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും. അതെന്നാ കാര്യം? ഒരു രാജ്യം പ്രതികൂലമാണെങ്കിലും ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. അല്പം കഴിയുമ്പോൾ നീ ഇരിപ്പിടത്തൊക്കെ ചാടി എഴുന്നേക്ക്. ഒരു കാര്യം നീ തിരിച്ചറിയണം, ദൈവം നിനക്ക്. രോഗം നിനക്ക് പ്രതികൂലമാ, പക്ഷെ ദൈവം നിനക്ക് അനുകൂലമാ. കടബാധ്യത നിനക്ക് പ്രതികൂലമാ, പക്ഷെ ദൈവം നിനക്ക് അനുകൂലമാ. സാഹചര്യം എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അല്പനേരം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ചില പ്രതികൂലങ്ങൾ ഇന്ന് മാറിയേ പറ്റൂ. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കുവാൻ മനുഷ്യനും പിശാചും കൊണ്ടിട്ട ആ പ്രതികൂലത്തിന്റെ തിരമാലകളെ ഇന്നു പകൽ ശാസിപ്പാൻ അധികാരമുള്ളവൻ. മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ചില പ്രതികൂലം ഇന്ന് മാറിയേ പറ്റൂ. ഹല്ലേലൂയ. നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. ദൈവത്തിന്റെ സ്തോത്രം. ബൈബിളിലെ ചില പദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് തുടക്കത്തിൽ ഒരു പ്രവചനം പറയാം. എത്ര വലിയ പ്രതികൂലം വന്നാലും നീ അറിയണം, ദൈവം നിനക്ക് അനുകൂലമാണ്. എന്തോ ദൈവം നിന്നെ കടിച്ചു കീറുവാൻ സിംഹതുല്യമായ ശക്തികൾ നിനക്കെതിരെ അലറി അടുത്താലും നീ മനസ്സിൽ പറയണം, ദൈവം എനിക്ക്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്നത്തെ ദൂത് കഴിയുമ്പോൾ ചിലർ പ്രതികൂലങ്ങളെ ജയിക്കാൻ തുടങ്ങും. നിന്റെ വീടിനകത്തുനിന്ന് മാറാതെ വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്തേ മാറുകയെന്ന് പറഞ്ഞ് മാറി അടിക്കുന്ന പ്രതികൂലങ്ങളുടെ പരമ്പരകളെ നിനക്കറിയാം, വിടുതൽ സ്വീകരിക്കാൻ സമയമായിട്ടുണ്ട്. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലെ പ്രതികൂലങ്ങൾ നദിയിൽ വെള്ളം വറ്റിപ്പോകുന്ന പോലെ കൃപ ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദൂത് നിന്റെ പ്രതികൂലത്തെ തൊടും. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കുടുംബം തകരാൻ കടത്തിവിട്ട പ്രതികൂലത്തിന്റെ ചില നിങ്ങൾ എൻ്റെ കൂടെ ഈ അടുത്ത 10-45 മിനിറ്റ് വേണം. ഒരു ദൂതിലോട്ട് ഞാൻ വരാൻ പോവാ. അടുത്തിരിക്കുന്ന ആളോട് ഒരു വിശ്വാസം പറയാമോ? വിശ്വാസം പറയേണ്ടത് ഇതാണ്, നിന്റെ പ്രതികൂലം ഉടനെ മാറും. ഒന്ന് പറ. ഗ്ലോറി. ഞാൻ ഒന്നുകൂടെ പറയാം. വെളിപ്പാട് ഈ ദൂത് സ്വീകരിക്കേണ്ട പോലെ നീ സ്വീകരിച്ചാൽ നീ പറയും, ആ പ്രതികൂലം എനിക്ക് നന്മയ്ക്കായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഈ ബൈബിളിലെ ചില പദങ്ങൾ നമുക്ക് തൊടാം. കർത്താവിന്റെ പദങ്ങൾ മാത്രമേ തൊടത്തുള്ളൂ. സമയക്കുറവ് കൊണ്ട് പദങ്ങൾ മാത്രമേ തൊടത്തുള്ളൂ. മനസ്സുകൊണ്ട് പറഞ്ഞ് പ്രതികൂലങ്ങളെല്ലാം മാറാൻ പോവാ. മാറുന്നത് നീ 21 ഇരുന്നോണ്ടല്ല, നീ ചൊവ്വാഴ്ച മുടങ്ങാതെ മീറ്റിങ്ങിന് വന്നോണ്ടല്ല. ഒറ്റ കാരണേ ഉള്ളൂ, ദൈവം അനുകൂലം. അത് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ ശത്രുക്കൾ പിന്തിരിയുന്നു. അവൻ പറയാ, ദൈവം എനിക്ക് അനുകൂലമെന്ന്. ഞാൻ ഇവിടുന്ന് ഇന്ന് എന്തോ കേൾക്കാൻ വന്നെന്ന് ചോദിച്ച ഒറ്റ കാര്യം ഞാൻ കേട്ടു, ദൈവം എനിക്ക്. വീട്ടിൽ ചെല്ലുമ്പോൾ പറയാം, നിന്റെ വീട് ഞാൻ തകർക്കും. ചിരിച്ചോണ്ട് പറയണം, മാറിപ്പോടാ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? മാനുഷിക ശക്തികൾ, പൈശാചിക ശക്തികൾ, മന്ത്രശക്തികൾ, ക്ഷുദ്ര ശക്തികൾ, കുടിയിരിപ്പ് ശക്തികൾ, കുലദൈവ ശക്തികൾ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പാമ്പ് പ്രണം വിടർത്തി ആടുന്ന പോലെ ആടി ഉലഞ്ഞു വന്നാലും പ്രാർത്ഥിക്കുന്ന നീ പറയണം, യേശു എനിക്ക് അനുകൂലമാ. ചിലരുടെ അകത്ത് ഒരു ആത്മീക തീ പുറപ്പെടുക. ഇന്ന് പകൽ നിന്നെ എവിടെ ഒതുക്കി വെച്ചോ അവിടെ നിന്ന്
അപ്പൊ പ്രതികൂലം എന്ന് പറയുന്ന പദത്തെ നമ്മളൊന്ന് തൊടാൻ പോവാ. എന്താ പ്രതികൂലം എന്ന് പറയുന്ന പദത്തെ നമ്മളൊന്ന് തൊടാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കണമെന്നില്ല. 27-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലൊരു ദൂതുണ്ട്. കാറ്റ് പ്രതികൂലമായി. കാറ്റ് പ്രതികൂലമാകയാൽ. മതി. എന്തുവാ കാറ്റ്? അപ്പം ഇവിടുത്തെ പ്രതികൂലത്തിന്റെ പിറകിൽ മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ വയ്യാത്ത ഒരു കാറ്റ്. ഈ കാറ്റിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. പറ്റുമോ? പക്ഷേ ഫീലാവും. നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പം ഭയങ്കര ഒരു കാറ്റ് കൊണ്ട് അടിച്ചാൽ നമ്മളൊരു ഇച്ചിരി ബലമെടുത്താൽ നടക്കാൻ പറ്റും, അല്ലേ? കാണാൻ ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു പുറകിലോട്ടൊരു പിടുത്തം. 2, നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ചലിക്കുന്ന കാണാം. കാറ്റടിക്കുന്ന അറിയുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ശിഖരങ്ങൾ ചലിക്കുന്ന കാണുമ്പോൾ അറിയാം എന്തുവാ. ഈ ചിലർ പറയത്തില്ലയോ, ബ്രദറെ ഈ പ്രതികൂലമല്ല എവിടുന്നാ വരുന്നെന്ന് എനിക്കറിയത്തില്ല. കറക്റ്റാ, നിനക്കറിയത്തില്ല. ഹല്ലേലൂയ. ഈ ബൈബിളിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ലോർഡ് ചിലരുടെ ലൈഫിൽ കയറിയ കാറ്റ് ഇന്നു വരെ മാറിയിട്ടില്ല. ഇന്ന് മാറണം, ഇന്ന് മാറണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ഈ ഞങ്ങളൊക്കെ ഒത്തിരി റബ്ബർ തോട്ടം ഉള്ള സ്ഥലത്താ ഞങ്ങളുടെയൊക്കെ കുടുംബം. അവിടെ എല്ലാവർക്കും 5 ഏക്കർ 10 ഏക്കർ 2 ഏക്കർ അങ്ങനെ റബ്ബർ തോട്ടമുണ്ട്. അപ്പം റബ്ബർ വെക്കുമ്പം റബ്ബറും തമ്മിലുള്ള അകലം കൃത്യമായിട്ടേ വെക്കത്തുള്ളൂ. ഇപ്പം ഞാനൊക്കെ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ ഫാദറിനോടൊക്കെ ഞാൻ ചോദിക്കും, അതെന്തിനാ ഇങ്ങനെ കൃത്യ അകലത്തിൽ വെക്കുന്നത്? അപ്പൊ പറഞ്ഞു, കാറ്റ് കയറാൻ അനുവദിക്കാത്ത പോലെ വേണം അകലം ക്രമീകരിച്ച് മരം നടാൻ. ഇല്ലല്ലോ, കാറ്റ് കയറത്തക്കവണ്ണം നട്ടാൽ ആ കയറാൻ കൊടുത്തിരിക്കുന്ന സ്ഥലത്തെ മരങ്ങളെല്ലാം 5 വർഷം 10 വർഷം കൊണ്ട് ഒടിഞ്ഞു താഴെ പോകും. കാരണം കാറ്റ് കയറാനുള്ള വഴിയാ. സ്തോത്രം. ഒരിക്കല് കാറ്റിന്റെ നടുവിൽ ഞങ്ങൾക്കൊരു തേക്ക് മരം ഉണ്ടായി. ആ തേക്ക് മരം വെട്ടി അവിടെ ഒരു 3-4 റബ്ബർ വെക്കേണ്ടതായിരുന്നു. അത് വെട്ടിമാറ്റി. ആ മാസത്തെ മഴയ്ക്ക് വെട്ടിമാറ്റിയ മരത്തിന് ചുറ്റുമുള്ള 10-25 മരം കാറ്റിൽ ചാഞ്ഞുപോയി, ഒടിഞ്ഞുപോയി, താഴെ പോയി. പിന്നെ നോക്കിയപ്പം എങ്ങോട്ടായാലും കാറ്റ് കയറിയാൽ നാശം വിതയ്ക്കുക. ഈ മരക്കൂട്ടത്തിൽ കാറ്റ് കയറിയാൽ നോക്കണം, വടക്കോട്ട് നിൽക്കുന്നവൻ പിറ്റേന്ന് തെക്കോട്ട് നിൽക്കും. കാറ്റ് കയറിയ ലക്ഷണ അടിച്ച് ഇന്നലെ ഭാര്യയും ഭർത്താവും കൂടെ ഗ്ലോറി പറഞ്ഞ ഇന്ന് ഭാര്യ തെക്കോട്ടും ഭർത്താവ് വടക്കോട്ടും കാറ്റ് കയറിയതാണ്. ഇതറിയാത്തോണ്ട് നീ പിശാച അയലോക്കത്തെ ചാക്കോ മന്ത്രം ചെയ്താന്നൊക്കെ പറഞ്ഞ് തള്ളി വിടരുത്. ഈ പ്രതികൂലത്തിനെതിരെ ഇന്ന് പ്രാർത്ഥിക്കണം. ഒരു ആമയും വരുന്നില്ല. കണ്ണിന് കാണാൻ വയ്യാത്ത ചില പ്രതികൂലങ്ങൾ കയറി വന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് അരുതാത്ത ചിലത് ഒരുക്കി വെച്ചേക്കുവാണെങ്കിൽ ഇന്ന് ആ പദ്ധതികളെല്ലാം പൊളിഞ്ഞു മാറും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പോസ്തലപ്രവൃത്തി 27:4 കാറ്റ് പ്രതികൂലമായി എന്നാ വായിക്കുന്നത്. അങ്ങനെയല്ലയോ വായിച്ചേ? കാറ്റ് പ്രതികൂലമാകയാൽ. അപ്പൊ നിന്റെ പ്രതികൂലത്തിന്റെ പിറകിൽ കാണാൻ കഴിയാത്തത് എന്തോ ഉണ്ട്. ഇത് പൗലോസിനെ കൊണ്ടൊരു യാത്രയാ. തടവ് പുള്ളിയായിട്ടാ പോകുന്നത്. യാത്ര എന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴേലും സമയമുള്ളപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 23:11 വായിച്ചു നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്,
ദൈവം പൗലോസിനോട് രാത്രി ദർശനത്തിൽ പറയുക, പൗലോസേ നീ ഭയപ്പെടരുത്, യെരൂശലേമിൽ നീ എൻ്റെ സാക്ഷിയായ പോലെ തന്നെ റോമിലും നീ എൻ്റെ സാക്ഷിയാവും. ഒരാമയും വരുന്നില്ല. അമ്മ, പൗലോസിനെ റോമിൽ എത്തിക്കുന്നത് പൗലോസിന്റെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാനാ. ഒരാമയും പറഞ്ഞോണം. ചില കാറ്റടിക്കുന്നത് നിന്റെ പ്ലാനിനെതിരെയല്ല, നിന്റെ ലൈഫിൽ നടമാടേണ്ട ദൈവത്തിന്റെ പ്ലാനിനെതിരെയാണ് ചില കാറ്റെഴുന്നേക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്ലാനുകളെ മറിക്കാൻ ശ്രമിക്കുന്ന ആ കാറ്റ് നിമിത്തം ഉണ്ടായ പ്രതികൂലത്തെ ഇന്ന് ശാസിക്കാൻ കൃപ ലഭിക്കണം. നീ പറ, രോഗമാ, ക്യാൻസറാ, കിഡ്നി പ്രശ്നമാ, ലിവർ പ്രശ്നമാ, പോസ്ട്രേറ്റിന്റെ പ്രശ്നമാ, കണ്ണിന്റെ പ്രശ്നമാ, കാതിന്റെ, നോ നോ നോ, നീ അറിയാത്ത ഏതോ ഒരു കാറ്റ് വീശുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കണം. കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ദൂതന്മാരുണ്ട്. ഇന്നിവിടെ പ്രസംഗം നടക്കുമ്പോ ദൂതന്മാർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. എവിടൊക്കെയോ പ്രതികൂലങ്ങളെ തൊടുന്ന അനുഭവം ഞാൻ ആത്മാവിൽ കാണുക. ഗ്ലോറി ഗ്ലോറി. അപ്പൊ പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടരുത്, യെരൂശലേമിൽ നീ പ്രസംഗിച്ച പോലെ തന്നെ റോമിലും നീ പ്രസംഗിക്കും. അതുകൊണ്ട് ഈ കപ്പൽ യാത്ര, ഈ പൗലോസിന്റെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത, വരാൻ പോകുന്ന പ്രതികൂലം വരുന്നതിന് മുമ്പേ കാണാം. ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റാത്ത ചൊവ്വെ പ്രാർത്ഥിക്കാത്തോണ്ടാ. ചൊവ്വെ പ്രാർത്ഥിച്ചാൽ വരാൻ പോകുന്ന കാര്യം വരുന്നതിന് മുമ്പേ അറിയാം. എത്ര പേർ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ഇച്ചിരൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 27-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഒന്ന് വായിക്കണം. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് പറയുക, ഞാൻ അപ്പൊ തടവ് പുള്ളിയായി കിടക്കുമ്പോഴും ദൂത് പറയുക. നമുക്കെതിരെ ആരാണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞോണ്ടാ നമ്മളിപ്പം മിണ്ടാതിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന യോസഫിന് വ്യാഖ്യാനപരമാ. വല്ലതും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പ്രതികൂലവും നിന്നെ തൊടരുത്. നീ ചങ്കൂറ്റത്തോടെ പറയണം, ദൈവം എനിക്ക് അനുകൂലമാണെന്ന്. മനസ്സിലായി വരുന്നുണ്ടോ? അങ്ങനെ ഒന്ന് പറഞ്ഞ് ശീലിച്ചേ. ഈ സങ്കീർത്തനക്കാരന്റെ സങ്കീർത്തനക്ക് ഒരു ദൈവ മനുഷ്യൻ മരിക്കാൻ കിടക്കുക. അന്നേരം അവൻ പറഞ്ഞേ കാണോ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. സാഹചര്യമല്ല സംസാരിക്കുന്നത്, ദൈവം കൂടുണ്ടെന്നുള്ള ഉറപ്പ്. ഇന്നിവിടുന്ന് പോകുമ്പോ ഒറ്റ ഉറപ്പ് പ്രാപിച്ചാൽ മതി, ഏത് പ്രതികൂലത്തിനകത്തൂടെ ഞാൻ നടക്കും. കാരണം എന്റെ ദൈവം എനിക്ക് എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ വീടിനകത്തെ പ്രതികൂലം നിനക്ക് അനുകൂലമാകാൻ പോവുക. നിന്റെ ജോലി സ്ഥലത്തെ പ്രതികൂലം നിനക്ക് അനുകൂലമാകാൻ പോവുക. നിന്റെ സന്തതിയുടേയുള്ള പ്രതികൂലം നിനക്ക് കണ്ടോ. ചിലരുടെ അകത്ത് ദൈവം മനസ്സിലാക്കി തരിക, ഇതാ നിന്റെ പ്രതികൂലം, ഇതാ വർഷങ്ങളായി നിന്റെ വീട്ടിൽ കിടന്ന് കളിക്കുന്നേ, ഇതാ വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ഗതി പിടിപ്പിക്കാത്ത. ഇന്ന് ആ പ്രതികൂലത്തിനകത്തൂടെ ചങ്ക് വിരിച്ച് നീ പറയണം, എനിക്കൊരുവൻ അനുകൂലം. ഹല്ലേലൂയ. ഇപ്പൊ പൗലോസ് കാണുക 10-ാം വാക്യത്തിൽ, കപ്പൽ യാത്ര തുടങ്ങുമ്പോ പൗലോസ് കാണുക കേട്ടെ, ആ വാക്യം വായിച്ചേ. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ഞാൻ കാണുന്നുണ്ട്, അവരെ പ്രബോധിപ്പിച്ചു, പോകരുത്. പക്ഷെ കപ്പൽ പ്രമാണി കപ്പിത്താൻ പൗലോസിന്റെ വാക്ക് കൂട്ടാക്കിയില്ല. എടാ, നിന്നോട് ദൂത് പറയാനേ പറ്റൂ, സ്വീകരിക്കേണ്ടത് നിന്റെ കടമയാ. മുമ്പേ കർത്തൃദാസ് ഇവിടെ പറഞ്ഞ കേട്ടോ, അനന്യാസേ ദൈവത്തിന് സ്തോത്രം, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. സോറി, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി. എന്നിട്ട് കേട്ടെ, ഇനി നീ ഒന്നുകൂടെ ചെയ്യണം. അത് ഞാൻ നിന്നോട് ഡയറക്റ്റ് പറയത്തില്ല, നിന്നോട് പറയാൻ ഒരാളെ ഞാൻ അയക്കും.
പിടികിട്ടിയോ? ഹല്ലേലൂയ. അപ്പൊ ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. ഇവിടെ ഇച്ചിരി ഗഹനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ദൈവം പ്രാർത്ഥിക്കുന്നവനെ വെളിപ്പെടുത്തി. നമ്മളിപ്പോ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഈ കഴിഞ്ഞിടെ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് കാണാൻ വന്നപ്പോൾ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ മോൻ ഒരു പുതിയ ബുള്ളറ്റ് വാങ്ങിച്ചു. അവർ പറയുക, ബുള്ളറ്റ് വാങ്ങിച്ചു. ഞാൻ ഇന്നലെ രാത്രി 3 ദിവസം മുമ്പ് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു. അപ്പം എൻ്റെ മോന് രക്തമെല്ലാം ഊറ്റി, ഇങ്ങനെ മുഖത്തോട് രക്തമെല്ലാം ഇങ്ങനെ താഴോട്ട് വീണ്. ഞാൻ ഉടനെ അങ്ങോട്ട് എഴുന്നേറ്റിരുന്ന് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒരു കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്ത് എൻ്റെ മുഖത്തോട്ട് ഒഴിച്ചു പറഞ്ഞു, ഈ വെള്ളം കഴുകിക്കളയുന്ന പോലെ ഞാൻ ആ പ്രശ്നത്തെ കഴുകിക്കളയും. ഞാൻ ചോദിച്ചു, അങ്ങനെ എന്തിനാ ചെയ്ത? അല്ല, എനിക്ക് അന്നേരം അങ്ങനെ തോന്നി, ആരും കാണുന്നില്ലല്ലോ. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. ആ കൊച്ചൻ മംഗലാപുരത്ത് പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വപ്നം കണ്ടതിന്റെ 2ാമത്തെ ദിവസം സാധാരണ അവനാ ബൈക്ക് ഓടിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവന് ബൈക്ക് ഓടിക്കുന്ന ഇവനാ. പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓടിച്ചു. ആ ബൈക്ക് എന്ന് ആക്സിഡന്റിൽ പെട്ടു. ചെന്നൊരു വണ്ടിയിൽ ഇടിച്ചപ്പോ ഈ പുറകിൽ ഇരുന്നു തെറിച്ച് അപ്പുറത്തെ കടത്തിനെ പോയി. ഒരു കുഴപ്പമില്ല. മറ്റവന്റെ മുഖം എല്ലാം കൂടെ പൊട്ടി ഇങ്ങനെ ബ്ലഡ് ഊറ്റിയ ഫോട്ടോ ഇങ്ങോട്ട് ഇട്ടു കൊടുത്തപ്പോ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കണ്ടേ കേട്ടോ. മാറിപ്പോകാൻ കാര്യം എന്നാ? പ്രയറാ, പ്രാർത്ഥനയാ. പൗലോസ് പറയാ. ഇനി ഒരു ചോദ്യം. ഈ പ്രതികൂലം വെളിപ്പെട്ട പൗലോസ് ആ കപ്പലെ കേറിയോ? ആര് പറഞ്ഞു കേറിയില്ലെന്ന്? കേറാൻ കാര്യം എന്നാ? പൗലോസിന്റെ ചങ്കുറപ്പ്. കാറ്റ് പ്രതികൂലമാ, പക്ഷെ ദൈവം എനിക്ക് അതെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞു, കാറ്റളകിയാലും കടലളകിയാലും നീ റോമിൽ പ്രസംഗിക്കും. മനസ്സിലായി വരുന്നോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചതിനോട് പ്രതികൂലം കണ്ടോണ്ടിരിക്കാൻ പോവല്ല, നീ അതിനകത്തോട്ട് ഇറങ്ങാൻ പോവാ. എന്നിട്ട് നീ തെളിയിക്കാൻ പോവാ ദൈവം നിനക്ക് അനുകൂലമെന്ന് നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ. സ്തോത്രം. ഞാനൊരു കാഴ്ച കാണുക. ചില കുടുംബങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചില പ്രതികൂലങ്ങൾ തന്നെ മാറിപ്പോവാ. പക്ഷെ ഇന്ന് നിന്റെ അകത്ത് ഈ ദൂത് ഉറപ്പിക്കണം, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇന്നിവിടുന്ന് പോകുന്നതിന് പല ആവർത്തി പറഞ്ഞ് നിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തണം. ദൈവം എനിക്ക് അനുകൂലമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ഒറ്റ വാക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറയുക. ഏറ്റവും വലിയ കുബുദ്ധിയുള്ള മനുഷ്യനാ ഹാമാൻ. ഒരു കഴിവില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായിയെ ഇല്ലായ്മപ്പെടുത്താൻ പണിക്കിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥിക്കുന്നവന് ദൈവം അനുകൂലമാണ്. അവനെ ഒതുക്കാൻ ഒരു പേപ്പർ മതി, പക്ഷേ അവനെ ഒതുക്കാൻ കൊട്ടാരം തോറും കേറിയിണങ്ങി നടക്കുക. അവസാനം സ്വയം നാട്ടിയ കഴുകുമരത്തെ സ്വയം മരിക്കേണ്ടി വന്നു. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, ഇതുവരെ നീ നിലനിന്നത് പലർക്കും മന്ത്രവാദി ചെയ്ത മന്ത്രം കൊണ്ട് അവന്റെ ജീവൻ ഒടുങ്ങിയപ്പോ നീ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഒരുവൻ നിനക്ക്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്താ? ദൈവം എനിക്ക് അനുകൂലമാണ്. ഇന്ന് നീ തിരിച്ചു വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകണം. കണ്ണിന് കാണാൻ വയ്യാത്തത് എന്തോ നിന്റെ കുടുംബത്തിൽ പ്രതികൂലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്നു. നീ അറിയാതെ നിന്റെ കൂടാരത്തിനകത്ത് അഴിച്ചുവിടുന്ന കണ്ണിന്. ഞാനൊരു പ്രവചനം പറയാ, എണ്ണപ്പെട്ട ദിവസത്തിനകം നിന്റെ വീടൊരു ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാ.
എണ്ണപ്പെട്ട ആഴ്ചകൾക്കകം നിന്റെ കുടുംബജീവിതം ഒരു ദൈവപ്രവൃത്തിക്ക് സാക്ഷി വഹിക്കാൻ പോവുക. എണ്ണപ്പെട്ട ദിവസത്തിനകം നിന്റെ സന്തതി. ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജ് നിൽക്കുമ്പോൾ ആ ദൂത് ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. ജനത്തോട് പറ, ഞാൻ അവർക്ക് അനുകൂലമാണ്. ചോദ്യം, ഇത്രയും ദൂത് കിട്ടിയ പൗലോസ് ആ കപ്പലയിൽ പോകാൻ നിർബന്ധിതനായി. അപ്പോസ്തലപ്രവൃത്തി 27:14 വായിക്കാം. 27:14. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഈ കൊടുങ്കാറ്റിന്റെ പേര് ഈശാനമൂലൻ. കപ്പൽ കാറ്റിന് നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കപ്പൽ മുഴുവൻ ഇളകി മറിഞ്ഞിട്ടും കപ്പലിലിരിക്കുന്ന പൗലോസിന് ഇളക്കമില്ല. എന്നാ ഇളക്കമില്ലാത്തെന്നറിയോ? അകത്ത് മുഴങ്ങുക, നീ റോമിൽ പ്രസംഗിക്കും, ഞാൻ നിനക്ക് അനുകൂലമാ. പൗലോസ് അതുകൊണ്ട് റോമാലേഖനത്തിൽ വെല്ലുവിളി ചോദിക്കേണ്ട, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്ക് പ്രതികൂലം ആരാ? മനസ്സിലായി വരുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം. ചിലരുടെ അവസ്ഥയാ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. എന്തോ വലിച്ചോണ്ട് പോകുന്നു, എവിടോ തള്ളി മറിക്കുന്നു. ഹോളി സ്പിരിറ്റ് പറയുന്നു, ഈ പ്രതികൂലത്തിനകത്തും ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഈ പ്രതികൂലത്തിനകത്തും നീ കൃപ പ്രാപിക്കാൻ പോവുക. ഈ പ്രതികൂലത്തിനകത്ത് നീ ശുശ്രൂഷ പ്രാപിക്കാൻ പോവുക. ഈ പ്രതികൂലത്തിനകത്ത് നീ തിരിച്ചറിയണം, യേശു നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നിന്നെ നോക്കി ചിരിച്ച പ്രതികൂലത്തെ ഇന്നുകളിൽ നീ നോക്കി ചിരിക്കണം. എന്താ കാര്യം? ദൈവം അനുകൂലം എന്നുള്ള ഉറപ്പ്. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ഒന്നുകൂടെ കൈ കൊടുത്ത പ്രതികൂലം മാറാൻ സമയമായെന്ന് പറ. ഓ ലോർഡ്, ഒരുപക്ഷെ അടുത്ത ചൊവ്വാഴ്ച നീ ഇവിടെ പ്രയറിന് വരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലെ പ്രതികൂല അന്തരീക്ഷങ്ങൾ പുതപ്പ് ചുരുണ്ടു മാറുന്നത് പോലെ നിന്റെ കുടുംബത്തിൽ നിന്ന് ചുരുണ്ട്, ഒരു വൃക്ഷത്തിന്റെ ഇലകൾ ഉണങ്ങിപ്പോകുന്ന പോലെ നിന്റെ പ്രതിസന്ധിയുടെ തളിർപ്പുകൾ അവിടെ നിൽക്കാൻ പോവുക. എവിടൊക്കെയോ കൃപ. ഈ ബൈബിൾ കേട്ടെ, ഞാൻ മുമ്പേ പറയുന്നു, 3 പദങ്ങൾ ഞാൻ പറഞ്ഞു. 1, ദൈവം അനുകൂലം. 2, ദൈവം നിന്റെ പക്ഷത്തുണ്ട്. 3, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്റെ ഈ ചില പ്രതികൂലത്തിനകത്തൂടെ പോകുമ്പോഴേ യഥാർത്ഥമായിട്ട് ദൈവത്തെ രുചിക്കാൻ പറ്റും. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരും, എന്നാൽ അത് നിന്റെ മീതെ. നീ അഗ്നിയിലൂടെ കടക്കേണ്ടി വരും, അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇനി പ്രതികൂലത്തിന് ഇക്കരെ നിൽക്കാൻ പോവല്ല, നമ്മൾ പ്രതികൂലത്തിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലാൻ പോവുക. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഒറ്റ വചനം കൊണ്ട്. എനിക്ക് ജീസസ്, ഈ വർഷത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായിരുന്നു. ഈ വർഷത്തിൽ നിനക്ക് ദൈവം എന്തെന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാ. നീ വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാത്ത പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ. ഓ ലോർഡ്, ലോർഡ്. ചിലർ ചോദിക്കുക, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ പ്രവചിക്കാം, ഇത് നിന്നെ കൊണ്ട് പോവുകയല്ല. നീ നിമിത്തം ഈ പ്രതികൂലം പോവും. യേശുവിന്റെ നാമത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീ ട്രെയിനിന്റെ ഒരു ബോഗിയാണെങ്കിൽ നിന്നെ എങ്ങനെയും പാളത്തെ കയറ്റിയാ മതി, എഞ്ചിൻ വലിച്ചോണ്ട് പോക്കോളും. ഏത് പ്രതികൂലത്തിനകത്തൂടെയും ഈ എഞ്ചിൻ നിന്നെ വലിച്ചോണ്ട് പോവും. നിന്നെ മനസ്സിലായാലേ സ്തോത്രം ചെയ്യാവൂ. നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകുന്നെങ്കിലേ യെസ്
ഒറ്റ വാക്യമേ ഇവിടെ ഉള്ളൂ. ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകും, ദൈവം അനുകൂലം. ഓ, നെഞ്ചത്തെ കൈവച്ചോ, ദൈവം എനിക്ക് അനുകൂലമാന്ന് പറ. നിന്നെ വർഷങ്ങളിട്ട് ദണ്ണിപ്പിക്കുന്ന രോഗാണുക്കൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ ശരീരത്തിൽ നിന്റെ ശവപ്പെട്ടിക്കകത്ത് കൊണ്ട് കേട്ടിട്ട് മാറുമെന്ന് പറഞ്ഞ ആ പ്രതികൂലം ഇന്നും നിന്റെ കണ്ണിന് കാണാതെ മറഞ്ഞിരുന്ന് പോരാടി കാറ്റിന്റെ രൂപത്തിൽ, രോഗത്തിന്റെ രൂപത്തിൽ, ബന്ധനത്തിന്റെ രൂപത്തിൽ നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ആ ശക്തി കേന്ദ്രങ്ങൾ ഇന്ന് ബന്ധിക്കപ്പെടണം. അവിടെ എഴുതിയിരിക്കുക, കാറ്റിന് മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ചില പറയത്തില്ലേ, പാസ്റ്ററെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവരോട് പറയും, പേടിക്കണോ, അവിടെ ദൈവം നിർത്തുവന്നേ. സങ്കീർത്തനത്തിന്റെ വാക്യമാ, വീഴാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, ഞാൻ തള്ളി നിലംപരിചാകാൻ വന്നപ്പോ കീഴേ ശാശ്വത ഭുജം. ഞാനൊരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആ മനുഷ്യൻ എന്നോട് പറയുക, നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കുക, നല്ല വെളുത്ത തലമുടി, നല്ല വെള്ള ഷർട്ടും, നല്ല വെള്ള, ദൈവത്തിന് സ്തോത്രം, മുണ്ടുമൊക്കെ ഉടുത്ത് നിൽക്കുക. എന്നോട് പറഞ്ഞു 5 പ്രാവശ്യം വെന്റിലേറ്ററെ കയറിയതാ ഞാൻ. 5ാമത് പ്രാവശ്യം എന്റെ ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു ചാകാൻ പോവാന്ന്. പക്ഷെ അപ്പോഴും ഒരു ശാശ്വത ഭുജം. യേശുവിന്റെ നാമത്തില് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, ജീസസ് നിന്നെ താങ്ങുന്ന ഒരു കൈയുണ്ടെന്ന്. ആ കരമ എനിക്ക് വചനം പറയാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരുടെ ഗഹനമായിട്ട് ദൂത് കൊണ്ടിരട്ടെ. കാറ്റിന് മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ചോദ്യം അവിടെ വായിക്കുക, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. നിയന്ത്രണം വിട്ടുപോയി. പക്ഷെ അതിനകത്ത് പൗലോസ് ഒരു കൂസലും ഇല്ലാതിരിക്കുക. പൗലോസ് കടലിളകി, അതിന് ഞാനെന്താ വേണം? കപ്പലിളകി, അതിന് ഞാനെന്താ വേണം? ഞങ്ങൾ കപ്പൽ കോപ്പ് വരെ ഇട്ട് കളഞ്ഞു, അതിന് ഞാനെന്താ വേണം? നിനക്കെന്താ കുലുക്കമില്ലാത്ത? ദൈവം എനിക്ക് അനുകൂല. തിരിച്ചറിവുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം എനിക്ക്. ഇനി 18ാമത്തെ വാക്യം, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. മതി, പിറ്റേന്നാൾ ചരക്ക്. ഈ 20ാമത്തെ വാക്യം, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. ഇനി ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. പക്ഷെ അന്നേരം പൗലോസ് ആ കപ്പലിനകത്ത് സുഖമായിട്ടിരിക്കുക. അവൻ പറയാ, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്റെ അടുക്കൽ വന്നു പറഞ്ഞു, പൗലോസേ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഒരാമീൻ പറഞ്ഞില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, കടല് കോപിച്ചാൽ പേടിക്കരുത്, കാറ്റ് കോപിച്ചാൽ പേടിക്കരുത്, കപ്പൽ ഇളകിയാൽ പേടിക്കരുത്. ഇതിനെല്ലാം ഉണ്ടാക്കിയവൻ നിനക്ക് അനുകൂലമാണ്. ഓ ഹല്ലേലൂയ. ചിലരുടെ ഉള്ളിൽ ദൈവകൃപ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ചിലര് പറഞ്ഞില്ലയോ, നീ പരാജയപ്പെട്ട, നീ ഇല്ലെന്ന് നിന്ന് തെളിയിക്കാൻ പോവുക. നീ പരാജയപ്പെടില്ല. പ്രതികൂലത്തിനകത്ത് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവം, ഇടിമുഴക്കത്തിന്റെ മറവിൽ ഉത്തരമരുളുന്ന ദൈവം ഇന്നീ പ്രാർത്ഥനയ്ക്ക് നടുവിൽ നിനക്ക് ഉത്തരം തരിക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ദൈവമക്കളെ, ഒരു 21 നടത്തിയോ, ഒരു 40 നടത്തിയോ, ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥന നടത്തിയോ ഒന്നും പ്രതികൂലത്തെ മാറ്റാൻ പറ്റുകയില്ല. പ്രതികൂലത്തെ മാറ്റണമെങ്കിൽ വചനം നിന്റെ അകത്ത് അടിത്തറ ഇട്ട് സ്ട്രോങ് ആയിട്ട് നിന്നെ പണിയണം. ഒരാമയും വരുന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴേ, ഞാൻ പെട്ടെന്ന് എന്നാലേ ഇപ്പോഴേ ബ്രേക്ക് പിടിച്ചാലേ 10-25 മിനിറ്റ് കൊണ്ട് നിൽക്കത്തുള്ളൂ. നിങ്ങൾ എന്നെ നോക്കണം. കർത്താവിന്റെ സ്തോത്രം. അടുത്ത ആഴ്ച ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം അടുത്ത ആഴ്ച വേറെ ദൂതാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് യേശു ഒരാളോട് പറഞ്ഞു, 2 വീട് പണിയുടെ കാര്യം പറഞ്ഞു. 1ാമത്തെ പണി മണ്ണിന്റെ പുറത്തെ പണിയാ, അത് വചനം കേൾക്കാത്തവന്റെ പണിയാ. വചനം കേൾക്കുന്നവന്റെ പണി പാറപ്പുറത്തെ പണിയാ. എന്നിട്ട് യേശു പറയാ, വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി,
അത് കാറ്റടിച്ചു, അത് വീടിന്റെ മേൽ അലച്ചു. പക്ഷേ അത് പാറമേൽ അടിസ്ഥാനമായിട്ടതായതുകൊണ്ട് കുലുങ്ങിയില്ല. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ഈ പകൽ ദൂത് പറയാം, നിന്റെ വീടിന്മേൽ പലതും അലയ്ക്കുന്നുണ്ട്, അത് പാറമേൽ വന്ന പോലെ തിരിച്ചു പോകുന്നത്. ഓ യെസ്, നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്ത വചനം ദൈവം. ഒരു ആമേൻ പറയണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേ, പാറമേൽ അടിസ്ഥാനം എടുത്തതിന്റെ ബൈബിൾ വ്യാഖ്യാനിച്ച എങ്ങനെയാണെന്നറിയാമോ? എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. അപ്പൊ നിങ്ങളുടെ അകത്ത് ഇന്ന് കേറേണ്ട വചനം എന്തുവാ? ദൈവം എനിക്ക്, നിങ്ങൾക്കറിയാമോ, ഇത്രയും വലിയതൊരു ഇതിനെക്കാട്ടി ചെറിയൊരു കാറ്റാ ഇയ്യോബിന്റെ പിള്ളേര് താമസിക്കുന്ന വീടിന് നേരെ അടിച്ച്. യോബിന്റെ പുസ്തകം എടുത്തേ, അമ്മേ 1-ാം അധ്യായം എടുത്തേ, 19-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് എന്തിനാ? അന്നേരം നീ പുസ്തകം തുറക്കൂന്ന് വിചാരിച്ച. സ്തോത്രം. യോബ് തന്റെ മത്തായി കടന്ന് തപ്പുന്ന അവിടെ അല്ല. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ കാറ്റ് വരുന്നത് നിന്റെ സൗകര്യം നോക്കിയിട്ടല്ല. പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. യോബിന്റെ മക്കൾ ഇരിക്കുന്ന വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അടുത്ത കേട്ടോ, അത് യൗവനക്കാരുടെ മേൽ വീണു. ആ വീട് പമ്പരം പോലെ കറങ്ങി യോബിന്റെ പിള്ളേരുടെ മേൽ വീണു. അവർ മരിച്ചു. പക്ഷെ യേശു പറയാ, പാറമേൽ അടിസ്ഥാനമിട്ട വീടിന്റെ മേൽ ഇതേ കാറ്റ് അലച്ചു. പക്ഷെ അത് പാറമേൽ അടിസ്ഥാനമിട്ടതുള്ളതായതുകൊണ്ട് വീണില്ല. നിന്റെ വീടിനടിച്ച പ്രതികൂലത്തിന്റെ 4-1 പ്രതികൂലം മറ്റൊരുത്തിന് വന്നപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തേ. നിനക്ക് അതിനേക്കാൾ വലുത് വന്നിട്ട് നീ തകരാത്തന്റെ രഹസ്യം അടിസ്ഥാനമിട്ട പണിയാണിത്. ഓ ഹല്ലേലൂയ. 2 കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ചില പ്രതികൂലം നമുക്ക് കാണത്തില്ല. എന്തുവാ അച്ഛാവും പ്രാർത്ഥിച്ചോണ്ടിരുന്നാലേ എന്നെ നോക്കിയിരിക്കണം. കുറച്ച് നാളുകൊണ്ട് അച്ഛൻ്റെ ലൈഫില് ഒരു വല്ലാത്ത പ്രതികൂലം ഇങ്ങനെ കേറി അടിച്ച് നിന്റെ ജീവനെ പോലും ഇല്ലായ്മപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ ആ പ്രതികൂലത്തെ ഇന്ന് പിടിച്ചു കെട്ടാൻ പോവാ. മരുന്നുകൾക്ക് ചികിത്സിക്കാൻ, ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ മരുന്നില്ല. പക്ഷെ ഇന്ന് പകൽ കാറ്റിനെ പിടിച്ചു കെട്ടാൻ അധികാരമുള്ളവൻ. ഓ, എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എവിടൊക്കെയോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പുറകിലോട്ടൊന്ന് നോക്കിയേ. ജീസസ് കൃപ കൃപ. കുറച്ചുകൂടെ പോ. നടുക്കോട്ട് നിൽക്കുക. ഇനി ഇങ്ങോട്ട് കയറിക്കേ. വേണ്ട. ആ ബ്രദറിന്റെ തോളയിലോട്ടൊന്ന് കൈ, 2 തോളയിലും കൈ വെച്ചു. ആ പുള്ളിയോട് ചോദിക്കുക, പുള്ളിയുടെ വലത്തെ തോളയിൽ ലോർഡ് ജീസസ് ഒരു വലിയ പക്ഷി വന്നിരിക്കുക പുള്ളിയുടെ വലത്തെ തോളയിൽ. എന്നോട് കർത്താവ് പറഞ്ഞു, ഇവന്റെ ലൈഫിനെ തകർക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയാണ്. നിന്റെ വലത്തെ കൈയുടെ ഷോൾഡറിൽ ഇപ്പോൾ ഒരു സൗഖ്യം കൂടെ നടക്കുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ ഞാൻ ഇതിനകത്ത് വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ച്, ആ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ്, ആ സിസ്റ്ററോട് എഴുന്നേറ്റ്, ആ പച്ച ഷാളിട്ട സിസ്റ്റർ. ലോർഡ് ഇവിടെ 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 ഇവര് നിങ്ങൾ തന്നെ പച്ച ഷാൾ. ഞാനിവിടെ വെളിപ്പാട് പറയുക. ആ ബ്രദറിന്റെ കൈയുടെ വലത്തെ തോളയില് ഒരു പക്ഷി വന്നിരിക്കുക. ഞാനൊരു 7-8 മിനിറ്റ് ആയിട്ട് ആ പക്ഷിയെ കാണുക. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ആ പക്ഷി അവന്റെ തോളിൽ നിന്ന് പറന്നു പോകും. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. ജീസസ് അതിപ്പോ സൗഖ്യമാവും. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ഇരുട്ട് വന്ന് മൂടിക്കിടക്കുക. അതെല്ലാം ഇന്ന് മാറിപ്പോവും. ആ ഇരുട്ട് വന്നപ്പോ തൊട്ട് ഭയങ്കര പരാജയ. ശരിയാന്ന് ഞാൻ പറയുന്നേ? ആണോ? ശരിയാ. ഇന്ന് ആ ഇരുട്ട് നീ ഇന്ന് തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമ്പോ
ഈ ഇരുട്ട് പോയെന്നുള്ളതിന് ചില അടയാളങ്ങൾ നിനക്ക് കിട്ടും യേശുവിന്റെ നാമത്തില്. സിസ്റ്റർ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുക. ഈ സമയം രോഗമുള്ളവരൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചോ. എനിക്ക് വലിയ സൗഖ്യം നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ശരീരത്തിലെ മുഴകൾ മാറിപ്പോകുന്നു. പാസ്റ്ററെ, പരിശുദ്ധനോ വെളിപ്പെടുത്ത ശരിയാണ്. ഇവര് തിരുമല ഭാഗത്തു നിന്നാണ് കടന്നു വരുന്നത്. കഴിഞ്ഞൊരു 3 വർഷമായി പുള്ളിക്കാരൻ ഒരു ഭയം വല്ലാതെ അലട്ടുന്നുണ്ട്. ഇവർക്ക് ഒരു മകനായിരുന്നു, ഇന്ന് പുള്ളി ഇല്ല, അവൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിനുശേഷമാണ് ഇത് വൈഫാണ്. എത്ര വർഷം മുമ്പ് മകൻ മരിക്കുന്നേ? 21 മാസമായി. 21 മാസമായി. ഞാൻ ബ്രദറിനോട് പറയാം, കൃത്യമായി 3 വർഷവും 4 മാസവും പുറകിലാണ് നിങ്ങളുടെ തോളിൽ ഇപ്പോൾ ഇരിക്കുന്ന പക്ഷി നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്തിട്ട്. ലോർഡ്, എന്നോട് കർത്താവ് പറയുക, ഇന്ന് അത് നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ ലോർഡ്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭയം കംപ്ലീറ്റ് പോകും. നിന്റെ കഴിവുകളെ നിന്നിൽ ബന്ധിച്ച് നിന്നെ നിന്റെ റൂമിനകത്ത് ഒതുക്കി കളഞ്ഞെങ്കിൽ ഇന്ന് കെട്ടു പൊട്ടുന്ന വെളിപ്പാട് പ്രസംഗിച്ചു പോകുമ്പോൾ ഇവിടെ ശുശ്രൂഷ നടക്കുക യേശുവിന്റെ നാമത്തില്. ദാ ഒരു സിസ്റ്റർ, ഞാൻ ഈ പച്ചസായി പറഞ്ഞപ്പോ എഴുന്നേറ്റല്ലോ, ഒന്ന് എഴുന്നേറ്റേ. നിന്റെ വയറിനകത്ത് ഒരു സൗഖ്യം നടക്കുക. ലോർഡ്, മരുന്നുകൾക്കും സ്കാനിങ്ങുകൾക്കും മാറ്റാൻ കഴിയാത്ത ഒരു വിടുതൽ നിന്റെ വയറിനകത്ത് നടക്കുക. നീ സൗഖ്യമാകുന്ന കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കാണുക. ഓപ്പറേഷൻ തിയേറ്ററിലിട്ട് കീറി മുറിക്കേണ്ട കേസിനെ ഇന്ന് കർത്താവ് ദൈവത്തിന്റെ വചനത്താൽ, മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ സകല ഗതികേടുകളെ, നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ലോർഡ്, കാട്ടുവള്ളി കൊണ്ട് വരിഞ്ഞു മുറുക്കും പോലെ നിന്റെ ജീവിതത്തെ ആകമാനം വരിഞ്ഞു മുറുക്കി എന്തിനാ ജീവിക്കുന്നെന്ന ചോദ്യവുമായിട്ടാണ് നീ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ശരിയാണോ? ആണോ? എന്നോട് ദൈവം പറയാ, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ വീടിന്റെ മുമ്പിൽ ദൂതന്മാര് നിൽക്കുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ തകർത്ത ആ ഇരുട്ടിനെ ഇതിനകത്ത് ഞാനൊരു ദൂത് പറയാം. ശുശ്രൂഷ നടക്കാൻ പോവാ. നിന്റെ ഗതികേടിന്റെ സ്തോത്രം. കൃപ വ്യാപരിക്കട്ടെ. ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുക. മാറാ രോഗം പോലെ നിൽക്കുന്ന ചില ബാധകൾ വർഷങ്ങളായി ചിലരുടെ മുമ്പിൽ ജീവിതത്തിൽ അടിച്ച കാറ്റ് ഇന്നും മാറിയിട്ടില്ല. ഇന്ന് ചില കാറ്റുകളെ പിടിച്ചു കെട്ടാൻ അധികാരമുള്ളവൻ യേശുവിന്റെ നാമത്തിൽ ചില ഹാർട്ടിന്റെ ബ്ലോക്ക്, ചിലരുടെ നെഞ്ചിലെ മുഴകള് യേശുവിന്റെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്നെ ശ്രദ്ധിക്കാം. ജീസസ്, ആ സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. പക്ഷേ ഈ സിസ്റ്ററിന്റെ വയറ്റിൻ്റെ അകത്ത് ഒരു 5 വർഷത്തിലധികമായിട്ട് വെരിക്കോസിന്റെ വെയിൻ്റെ ഭാരമുണ്ട്. ഒത്തിരി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അത് ഇന്ന് പോകേണ്ടതാണ്. അത് മാറ്റി വെച്ചാണ് ഇവിടെ മീറ്റിങ്ങിന്. നിങ്ങൾക്ക് യേശു എന്നൊരു സൗഖ്യം തരും. നിങ്ങളുടെ ശരീരത്തില് ഞാൻ പറഞ്ഞല്ലോ, കാട്ടുവള്ളി കൊണ്ട് വരിഞ്ഞു മുറിക്കുന്നത് പോലെ. ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുട്ട് നിന്റെ കുടുംബത്തിൽ കയറി, അവന്റെ കുടുംബത്തെ അടിച്ച് തകർത്തു. നിനക്കിവിടെ പരസ്യമായിട്ട് ഇപ്പൊ പറയാൻ വയ്യാത്തതാ വിഷയം. പക്ഷെ ഞാൻ ഇന്ന് ദൈവം അത് കണ്ടുകൊണ്ട് പറയാ, ആ ഇരുട്ടിനെ ഇന്ന് ദൈവം പിടിച്ചു കെട്ടുക. ഇരുന്നാട്ടോ, ഞാൻ ദൂതിലോട്ട് വരിക. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മീക ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ ഇന്ന് ഈ ദൂത് ഇവിടെ തെളിയിച്ചാലേ പറ്റത്തുള്ളൂ. ഒരാമയും പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തുവിടെ പ്രതികൂലം മാറുമെന്ന് പറ. അപ്പൊ മുമ്പേ പറഞ്ഞു, കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ, നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ഇനി മറ്റൊരു കാര്യം കൂടെ കേട്ടെ. മത്തായി സുവിശേഷം എടുത്തേ, പെട്ടെന്ന് ദൂതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാം. 14-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ശ്രദ്ധിച്ചേ. കാറ്റ്
പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. എന്നെ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ അനുഭവമാ തിരകളാൽ വലയുക, ഒലയുക എന്ന് പറഞ്ഞാൽ ജീവിതം വലഞ്ഞുപോയി. പക്ഷെ ഇതൊന്ന് ശാന്തമാകട്ടെ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുകട്ടെ. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. മതി. 32-ാം വാക്യം. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അപ്പൊ ഒരു ദൂത് പറയാം, ചില പ്രതികൂലം അമർന്നേ പറ്റൂ. നിന്റെ ലൈഫിനെ ഒലയ്ക്കുന്ന ചിലത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? നമ്മൾ ഒന്നിനും പോകണ്ട, ചുമ്മാ വണ്ടി പിടിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ മിണ്ടുന്നില്ല, ഒന്നിനും പോകണ്ട. അതെന്നാ വണ്ടി വിളിച്ച് നമ്മുടെ വീട്ടിൽ വരിക? എന്തിനാ കാര്യം? നിന്നെ ആ പ്രതികൂലത്തിനകത്ത് തീർക്കണം. തീരാതിരുന്നത് കൃപയാ. നീ മനസ്സിൽ പറയണം, തീരാതിരിക്കുന്നത് അനുകൂലമായോണ്ടാ ദൈവം. പക്ഷെ ദൈവം അനുകൂലമായ മാത്രമല്ല, നിനക്കത് അറിയണം. ദാവീദ് പറയാ, ഇസ്രായേലിന്റെ രാജാവ് പറയാ, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ നിങ്ങൾ ആ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ വചനം വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നേ അവിടെ ഉള്ളൂ. പക്ഷെ പാട്ടുകാരന് അത് ആരാ എഴുതിയെന്ന് വല്ല അറിയോ? RS വിജയരാജ. പുള്ളിയുടെ ഉള്ളിൽ കത്തി. അത് 2 ലൈനൊന്ന് പാടണം. ലോർഡ് ആമേൻ, ദൈവം എനിക്ക് അനുകൂലം, അത് ഞാൻ നന്നായി അറിയുന്നു. ഇന്ന് പാടുമ്പോ നന്നായി അറിഞ്ഞോണ്ടേ പാടാവൂ. മരണ വീട്ടിൽ പാടുന്ന പോലെ പാടരുത്, നന്നായി അറിയണം. ഓ ലോർഡ്, നിനക്കെതിരെ ആഭിചാരം ചെയ്തവനും മന്ത്രം ചെയ്തവനും ശത്രുവും പിശാചും മനുഷ്യനുമല്ല. ഓ 2 ലൈൻ ഒന്ന് കൈയടിച്ച് പാടിക്ക. യെസ്. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പക്ഷെ ഒടുവിൽ ഇത് തന്നെ പാടുമായിരിക്കും, അല്ലല്ലോ? എനിക്ക് നിങ്ങളുടെ മുഖത്തെ ആ പ്രസാദം അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഞാനൊക്കെ ആയിരുന്ന ഇന്നിവിടെ അനിപ്പാർസ് പ്രസംഗിച്ചതല്ല ആവേശം, വചനം അകത്ത് കയറിയത് ആവേശം. അനിപ്പാർസ് പ്രസംഗിച്ച ഞങ്ങളെല്ലാം കൈയടിച്ചെന്നല്ല, ഈ വചനം ഞാൻ വീണ്ടും പറയാം, യോബിന്റെ കുടുംബത്തെ തകർത്തത് ഒരു കാറ്റാ. പക്ഷെ യേശു പറയാ, വചനം അടിസ്ഥാനമിട്ട് നീ തിന്നാൽ ആ കാറ്റ് നിന്റെ മേൽ അലയ്ക്കും, പക്ഷെ തിരിച്ചു പോവും. മനസ്സിലായോ ദൂത്? ഒറ്റ കാര്യം പറഞ്ഞ നമ്മൾ എഴുന്നേക്കും. അപ്പൊ എനിക്ക് വേണേ ഇവിടെ വെച്ച് മുറിച്ച് ഈ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ പ്രധാന കാര്യം പറയാൻ പോവാ.
യേശു പടകിൽ കയറിയപ്പോ കാറ്റ് ഇങ്ങനെ പറയാം, ദൈവ സാന്നിധ്യം കാറ്റുകളെ അമർച്ച ചെയ്യും. ദൈവ സാന്നിധ്യം പ്രതികൂലങ്ങളെ അമർച്ച ചെയ്യും. ദൈവ സാന്നിധ്യം പൈശാചികങ്ങളെ അമർച്ച ചെയ്യും. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ 1 കോടി രൂപ തരാൻ എനിക്കില്ല, പക്ഷെ യേശുവിനെ തരാൻ കൃപ കൃപ. ആ സാന്നിധ്യം കൂടെ വരട്ടെ. ആ സാന്നിധ്യം നിന്റെ കൂടെ യാത്ര ചെയ്യാൻ പോവാ. നീ കയറുമ്പോൾ ഇനി എന്നെ ശ്രദ്ധിച്ച് ഒറ്റ വാക്യം കൂടെ വായിച്ച് ബൈബിൾ അടച്ചേക്കാം. അത് വായിക്കാതെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാ ലോർഡ്, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഒന്ന്, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ അമരും. 2, ദൈവം ഒന്ന് ശാസിച്ചാൽ നിന്നെ ഒലച്ച കാറ്റ്. ഇവിടുത്തെ സംഭവം ഞാൻ എടുത്ത് വിവരിക്കുന്നില്ല. ഇവിടെ ഇറങ്ങിയ കാറ്റ് ചുഴലിക്കാറ്റ. ചുഴലി എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തിട്ട് കറക്കും. വർഷങ്ങളായ ഒരു കാറ്റ് നിന്റെ കുടുംബത്തെ ഒരേ വിഷയത്തിൽ കറക്കുക. ഒരേ രോഗം, ഒരേ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി, ഒരേ പോരാട്ടം, ഒരേ ബന്ധനം. ദൈവാത്മാവ് എന്നോട് പറയുക, ഇന്നു പകൽ അതിനെ ശാസിക്കാൻ. ഇനി ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ പോവാ. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ ശാന്തമാവും. ദൈവം ചിലതിനെ ശാസിച്ചാൽ ജീസസ് പ്രതികൂലങ്ങൾ ശാന്തമാവും. ഇനി 3 പദങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ മുമ്പേ പറഞ്ഞു, പൗലോസ് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഒന്ന് പറഞ്ഞ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുക, ദൈവം എനിക്ക് അനുകൂലം, അത് ഞാൻ അറിയുന്നു. ഇനി എസ്രാ പുരോഹിതൻ പറയുക, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ കൊട്ടാരത്തിൽ വരെ കയറി പറഞ്ഞു. എവിടെ കയറി പറഞ്ഞു? എടാ, തിരുവനന്തപുരത്ത് പോലും പറയാൻ നിനക്ക് കഴിഞ്ഞില്ല. ഒരുത്തൻ പറയും, ഞാൻ കൊട്ടാരത്തിൽ വരെ കയറി പറഞ്ഞു, രാജാവേ, ദൈവം ഞങ്ങൾക്ക് അനുകൂലമാ. ദൂത് പറഞ്ഞു നിർത്താം. നിന്നോട് പറയണം ദൈവം അനുകൂലം. നിന്റെ വീട്ടിൽ പറയണം ദൈവം അനുകൂലമാണ്. കൊട്ടാരത്തിൽ വരെ കയറി പറയണം ദൈവം അനുകൂലമാണ്. ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ചിലരോട് ദൈവം പ്രവചിക്കുക, ദൈവം നിനക്ക് അനുകൂലമാണ്. നിങ്ങളുടെ അകത്ത് ഇച്ചിരേലും ഉറപ്പ് വന്നോ? ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഉറപ്പ് വന്നവരെന്ന് കൈവക്കിക്കേ. വന്നോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എഴുതിയിട്ടോ. സാഹചര്യങ്ങളെല്ലാം ഉടനെ മാറി മറിയും. ഇന്നലെ പാർത്ത വീട്ടിൽ തന്നെയാ നീ ഇന്നും പാർക്കാൻ പോകുന്ന. ലൈവായി കണ്ടോ? ദൈവം അനുകൂലമെന്ന് പ്രൂവ് ചെയ്യുന്ന ചില വിടുതലുകൾ. വലിയ നിയോഗം ഇതിനകത്ത് വ്യാപരിക്കുക. ശത്രു ഇച്ചിരി നേരം ഹുങ്കാര പ്രതാപത്തോടെ തലപൊക്കിയപ്പം നീ ഓർത്തോ നിന്റെ അവസാനമായെന്ന്? നോ നോ നോ. തൻ്റെ അടുത്തോടെ പറഞ്ഞ, എനിക്കെന്റെ ദൈവം അനുകൂലമാണ്. എനിക്കെന്റെ ദൈവം. അടുത്തിരിക്കുന്ന തൊട്ടേ ചോര, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് പറ. അയ്യോ, കരഞ്ഞോണ്ട് പറയല്ലേ, ചിരിച്ചോണ്ടെന്ന് പറ. ഒന്ന് ചിരിച്ചു പറ, ദൈവം എനിക്ക്. അത് നീ എങ്ങനെ ആ പാസ്റ്റ് പറഞ്ഞ ആ ഒരു ശക്തി അല്ല. എന്റെ അകത്ത് ആ വചനം കേറി. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചത് വീടിന്മേൽ അലച്ചു, പക്ഷെ അത് വീണില്ല. നിന്നെ വീഴ്ത്തുന്ന തലത്തിൽ ചിലതൊക്കെ അലച്ചാലും നമ്മൾ ഈ 7 മണിക്കൂറൊക്കെ ഓം വെക്കുന്ന എന്തിനാണെന്നറിയോ? നമുക്ക് നിർത്താതെ ഇങ്ങനെ അങ്ങ് പോവാം.
നിർത്താതെ, എനിക്കിങ്ങനെ നിർത്താതെ പോകുന്ന യോഗം ഭയങ്കര ഇഷ്ടം പോലെ ഈ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ എത്ര വർഷമായിട്ട് എന്നും പ്രസംഗ, രാവിലെ പ്രസംഗം, വൈകിട്ട് പ്രസംഗം, രാവിലെ പ്രസംഗം, വല്ല മടുപ്പുണ്ടോ? എന്നാ കാര്യം? എടാ, ബൈബിളിലെല്ലാം ആദാമു ഹവ്വ, അബ്രഹാമിൻ നോഹ, ഇസ്ഹാക്കും യാക്കോബും, യാക്കോബിന് 12 മക്കളും, പ്രവാചകന്മാരും, യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും, പൗലോസും, പത്രോസും. പിന്നെ ആരാ ഉള്ളത്? ആരും അല്ലടാ, ഇതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് എപ്പോ എടുത്താലും ദൂത് പുതിയതാ. കർത്തൃദാസി കാനാവിലെ കല്യാണം പ്രസംഗിക്കുക, ഞാനെന്ന് പ്രസംഗിക്കാം കാനാവിലെ കല്യാണം. അതുപോലല്ല. നാളെ പുള്ളിക്കാരത്തി വീണ്ടും പറ കാനാവിലെ കല്യാണം പറയാം, അതുപോലല്ല. പക്ഷെ അണിലിനോട് പറ കാനാവിലെ കല്യാണം. ഒരു ദിവസം ഞങ്ങൾ ഇനി ഒരു ലോങ് ഫാസ്റ്റിംഗ് വെക്കുമ്പം ഒരു സബ്ജക്റ്റ് എടുത്ത് ഞങ്ങളെല്ലാം ഒന്ന് പറയാൻ പോകും. ഒരേ വാക്യത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിക്കോണം. അവരവർക്ക് കൊടുക്കുന്ന കൃപയാ ദൂതിൽ വെളിപ്പെടുന്നത്. കഥ വായിച്ച ബൈബിള് മനസ്സിലാക്കത്തില്ല, ഇതിന്റെ ആഴം മനസ്സിലാക്കണം. ഇന്ന് പകൽ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, പക്ഷെ അത് വീടില്ല. അടിസ്ഥാനം സ്ട്രോങ്. എന്തുവാ അടിസ്ഥാനം? അടിസ്ഥാനം പറഞ്ഞാൽ നാളെ നീ കോൺക്രീറ്റ് കൂട്ടിയിട്ടോന്നല്ല, എന്റെ വചനം കേട്ട് ചെയ്യുന്ന മനുഷ്യൻ. അതാ പാറയുടെ മേലുള്ള അടിസ്ഥാനം. ഈ ദൂതന്റെ അകത്ത് കെട്ടിയപ്പം മുതൽ ഞാൻ വായുവിൽ നിൽക്കുക. പ്രതികൂലത്തെ നോക്കി ചിരിക്കണം, പറഞ്ഞ എടാ ദൈവം എനിക്ക്